Hi, question number 11. Given below are two statements, assertion reason ആണ്. എന്താണ് assertion നോക്കാം. Assertion. A simple pendulum is taken to a planet of mass and radius 4 times and 2 times respectively than the Earth. Okay. The time period of the pendulum remains same on Earth and the planet. യെസ്, ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ആരാ? ടി പ്രപ്പോർഷണൽ ടു 1/√g. ബാക്കിയൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. യെസ്, അപ്പോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ GM ഡിവൈഡഡ് ബൈ R² ആണ് എർത്തിൻ്റെ സർഫസിൽ. ഓക്കെ, ഓൺ ദ അതർ പ്ലാനറ്റ് നമുക്ക് എന്ത് എഴുതാം? സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജിയിൽ മാറ്റില്ല, മാസ് 4 ടൈംസ്. അപ്പോൾ 4m ഡിവൈഡഡ് ബൈ റേഡിയസ് 2 ടൈംസ്. അപ്പോൾ റേഡിയസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4r². ഓ 4 ക്യാൻസൽ ചെയ്തു. അഗെയിൻ യു വിൽ ഗെറ്റ് GM ഡിവൈഡഡ് ബൈ R², ദാറ്റ് ഈസ് G ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു G. therefore T ഡാഷ് ഈക്വൽ ടു T itself. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? Yes, the time period of the pendulum remains the same on Earth and the planet. That's a very true statement, assertion. Then what about the reason? The mass of the pendulum remains unchanged at Earth and other planet. Mass unchanged ആയതുകൊണ്ടാണോ? അല്ല. In the light of the above, no. Therefore, the answer എന്താണ്? Both assertion and reason are true. And the reason is not the correct explanation of A. Yes, option 1 is the right answer. കാരണം മാസ് ഒരു ബോഡിയുടെ മാസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാറാൻ പോകുന്നില്ല, ബോഡിയുടെ മാസ് മാറാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ബോഡിയുടെ മാസ് ആണോ ഇത്? അല്ല, ഇത് മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്. ഇത് മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ അതാണോ ഇവിടുത്തെ റീസൺ? അല്ല. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ.